ഇറാൻ സ്വന്തം അസ്തിത്വത്തിൻ്റെ അടിയടിച്ച് അടപ്പിളക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. US 5th നേവൽ ബേസ് അത് ഖത്തറിലായിരുന്നു. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന $2.5 ബില്യൺ വിലയുള്ളതാണ് അവിടുത്തെ റഡാർ സിസ്റ്റം. ആ റഡാർ സിസ്റ്റം വെറും 10 ഡ്രോണുകളിൽ അടിച്ചു തകർത്തു. കൂടാതെ ഇന്ത്യൻ ഓഷ്യനിലുള്ള അമേരിക്കൻ നാവിക കപ്പലിനെ കൃത്യമായി 650 കിലോമീറ്റർ അകലെയുള്ള ഇറാൻ്റെ തീരത്ത് നിന്ന് അകലെ സ്ഥാപിച്ചിരുന്ന ആ വാർഷിപ്പിനെയും ഇറാൻ ആക്രമണം നടത്തി എന്ന് പറയുന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇതിൽ നഷ്ടങ്ങൾ കേവലം അഭിമാനത്തിൻ്റെ അടയാളങ്ങളായുള്ള നഷ്ടങ്ങൾ മാത്രമല്ല, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളുടെ നഷ്ടങ്ങൾ കൂടിയാണ് ഉണ്ടാക്കുന്നത്. പെൻറ്റഗൺ വൃത്തങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞത് 10 ദിവസത്തിനപ്പുറത്തേക്ക് ഈ ആക്രമണം നീണ്ടാൽ പ്രതിരോധിക്കാനുള്ള മിസൈൽ ശേഖരം വളരെ പരിമിതമാണ് എന്ന് മാത്രമല്ല ഭാരിച്ച ചിലവുമാണെന്നാണ്. അനാവശ്യമായി ചോദിച്ചു വാങ്ങിയ ഈ യുദ്ധം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇറാനെ ആക്രമിച്ചത് അണുവായുധമാണ് മറ്റെന്തോ ആണെന്നൊക്കെ പറഞ്ഞ ആ മാങ്ങാത്തൊലിയെല്ലാം ഇപ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അണുവായുധ ശേഖരമോ അത്തരം സാങ്കേതിക വിദ്യകളോ ഒന്നും സ്വായത്തമാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഇറാൻ എത്തിയിട്ടില്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഒരു ഗ്രേറ്റർ ഇസ്രായേൽ കിങ്ഡമാണ്. അതിന് മിഡിൽ ഈസ്റ്റിലെ ഇപ്പം നിലവിലുള്ള ഇറാനെ കൂടി നിശബ്ദമാക്കിയാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമാണ്. ലെബനൻ ഉണ്ട്, എല്ലാം കൂടി പിടിച്ചാൽ ഏറ്റവും ഒടുവിൽ മിഡിൽ ഈസ്റ്റും കൂടി സ്വന്തമാക്കുമ്പോഴേക്കേ അവരുടെ പ്ലാൻ പൂർത്തിയാവുകയുള്ളൂ. അത് 100-200 വർഷത്തെ പ്ലാനാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു ഫലസ്തീൻ രാജ്യത്തെക്കുറിച്ച് അവർ പ്ലാൻ പറഞ്ഞപ്പോൾ ഒരുപാട് അറബി രാജാക്കന്മാർ കുലുങ്ങി ചിരിച്ചിരുന്നു. എന്ത് സംഭവിക്കാൻ, ഇങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്നോർത്ത്. ഒടുവിൽ അവർ ആ ലക്ഷ്യം കൈവരിച്ചു. ഇപ്പം മറ്റൊരു ലക്ഷ്യത്തിൻ്റെ യാത്രയിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ സന്ദർഭത്തിലാണ് ഓരോരുത്തർ സുന്നിയും ഷിയയും തിരക്കി ഇവിടെ നിന്ന് ഓരിയിടുന്നത് എന്നത് ഇതിനോടൊപ്പം ചേർത്ത് കാണേണ്ടതാണ്. ഏതായാലും ഇറാൻ അതിൻ്റെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും പരമാവധി പ്രത്യാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടന്നിരുന്ന അമേരിക്കൻ പടക്കപ്പലിനെ കൃത്യമായി തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നും പ്രവർത്തനരഹിതമാക്കിയെന്നും ഇറാൻ്റെ IRGC സൈനികർ അഭിപ്രായപ്പെട്ടു. 650 കിലോമീറ്റർ അകലെയാണ് ഈ കപ്പൽ സ്ഥാപിച്ചിരുന്നത് എന്ന് മാത്രമല്ല ആ കപ്പലിന് നല്ല നാശനഷ്ടങ്ങളും കേടുപാടുകളും വരുത്തിയിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായ സംഗതിയാണ് ഖത്തറിൽ സ്ഥാപിച്ചിരുന്ന 5th നേവൽ ബേസിലെ റഡാർ സിസ്റ്റം. ആ റഡാർ സിസ്റ്റം ഉപയോഗിച്ചാണ് അവിടെ നിന്നുകൊണ്ട് അമേരിക്ക എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്തിരുന്നത്. വെറും 10 ഡ്രോണുകളിൽ ആ റഡാർ സിസ്റ്റം തകർത്തു എന്ന് മാത്രമല്ല ആ തകർത്തതിൻ്റെ ചിത്രങ്ങളും പുറത്തു വരികയുണ്ടായി. ആ റഡാർ സിസ്റ്റം തകരാറിലാവുന്നതോടുകൂടി ഇനി അമേരിക്കയുടെ ആ മേഖലയിലെ പരിശോധന വല്ലാത്ത കുഴപ്പത്തിലാകുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ്. ഏതായാലും ഇതെല്ലാം ചെയ്യുമ്പോഴും അടിക്കുന്ന ഡ്രോണിന് $10,000 വിലയേ ഉള്ളൂവെങ്കിൽ അത് തകർക്കാൻ വേണ്ടി $1.3 ബില്യൺ ഒക്കെ വരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്ക ഇത് തുടരുന്നത്. അതുകൊണ്ടാണ് ഇത് നീണ്ടുപോയാൽ സാമ്പത്തിക പ്രതിസന്ധി ബാക്കി എല്ലാത്തിനേക്കാളും രൂക്ഷമാകും എന്ന് പറയപ്പെടുന്നത്.